ഷടാ, നമ്മുടെ സ്റ്റാർ മോൾ കൈവിട്ട് പോയി തോണ്ടിട്ടാ. നോക്കിയേ, അവൾ ആരുടെ അടുത്ത സംസാരിക്കണേ? അതൊരു നാടകം കണ്ട് വീട്ടിൽ പോണ വല്ല ഗഡികളോടായിരിക്കും. അല്ലാണ്ട് ഈ കാലത്ത് കിരീടവും ഒരു പഴയ പെട്ടിയുമായിട്ട് നടക്കണ വല്ലവരും നീ കാണണ്ട. അതെന്താടാ ഇവിടെ ഒരു ഗൂഢാലോചന? കേരളം നിങ്ങൾക്ക് കൂടി വിൽക്കോ? സ്റ്റാറേ, ഇതാരത്? ഇദ്ദേഹമാണ് മെൽക്യൂർ രാജാവ്. രാജാവാ ഈ കാലത്താ? അല്ല, എവിടുത്തെ രാജാവാ? ഞാൻ പേർഷ്യയിലെ രാജാവായിരുന്നു. ഡാ പിള്ളാരെ, ഈശോയെ കണ്ട് ആരാധിക്കാൻ വന്ന 3 രാജാക്കന്മാരെ ഓർമ്മയുണ്ടാ? അതിലൊരു രാജാവാണ് ഇദ്ദേഹം. എന്റെ അമ്മ ഒരു ബാഹുബലി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അല്ല രാജാവേ, ഈ വാട്സപ്പും ഇൻസ്റ്റയും ഈവൻ ഫോൺ പോലും ഇല്ലാത്ത ആ കാലത്ത് എങ്ങനെയാണ് ഈശോ ജനിച്ചെന്ന് മനസ്സിലായേ? അത് നല്ലൊരു ചോദ്യം. അന്ന് അതിനും വലിയ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു. അതാണ് പ്രാർത്ഥന. ഞാനടങ്ങുന്ന ഇസ്രായേൽ ജനം മുഴുവനും ദൈവം വാഗ്ദാനം ചെയ്ത ആ ലോക രക്ഷകനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സമയമായിരുന്നു അത്. എന്നിട്ട് ഒരു ദിവസം ആകാശത്ത് നോക്കിയപ്പോ അസാധാരണമായ തിളക്കമുള്ള ഒരു നക്ഷത്രം. സ്റ്റാർ മോൾക്ക് നാണം വന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. സ്റ്റാർ വേറെ ലെവലാണല്ലോ. മതിട്ടാ കഴിഞ്ഞില്ല. ബാക്കി നാളെ. ഇനി ഈശോയിൽ വിശ്വസിക്കാത്തവരുടെ മാനസാന്തരത്തിനായി ഒരു 20 തൃത്വസ്തുതി പ്രാർത്ഥിക്കണേ. ഇന്നത്തെ സുഹൃത ജപം: എന്റെ ഉണ്ണീശോയെ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ മിന്നിക്കല്ലേ? മിന്നിക്കും.